അവിടെ അങ്ങനെ ഒരു ഒപ്പോസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്നൊന്ന നിലയിലല്ല ദേവൻ ചേട്ടൻ നിന്നത്. അവിടെ നിന്ന് ഒരാളും എനിക്ക് തോന്നുന്നില്ല, അവർക്കെല്ലാവരും ആരെങ്കിലും ആളെ തോൽറ്റേ പറ്റൂ. കാരണം ഇതിലെന്ന് വെച്ചാൽ അമ്മയിൽ അംഗത്വം, അതായത് അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ചെയ്യുന്ന സർവീസാണ്. അല്ലാണ്ട് നമ്മൾക്കൊരു ശമ്പളം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ആ ഒരു എന്താ പറയുക, സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നതുപോലെ മോട്ടീവ് അങ്ങനെയൊന്നും അവിടെ ആർക്കും ഇല്ല. നമ്മളതാ ഞാൻ പറഞ്ഞ ആ ഒരു സ്കൂളിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് തന്നെ, ലീഡേഴ്സ് വരുമ്പോൾ അവരെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുന്നു. അത് കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പം അടുത്ത ആൾക്കാരായിരിക്കും അവിടെ വരിക. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. അപ്പം ആ ഒരു സർക്കിൾ നടക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും അതിൽ ഇൻവോൾവ് ആവാം. ചിലപ്പോൾ ഇപ്പം കുറേ ആൾക്കാർ ഇലക്ഷന് നോമിനീസ് ആയിട്ട് വന്നു. ചിലപ്പം ഒരു അടുത്ത ഇലക്ഷന് ഇതിലും ഡബിൾ ആൾക്കാർ ചിലപ്പം നോമിനീസ് ആയിട്ട് വരാം. ധൈര്യപൂർവ്വം മുന്നോട്ട് വരാം, സന്തോഷപൂർവ്വം മുന്നോട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം 100 ചില്ലാനം ആൾക്കാരെ വോട്ട് ചെയ്യാൻ വന്നിരുന്നുള്ളൂ. ഇപ്രാവശ്യം 300ഓളം ആളുകൾ വോട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ അതെല്ലാം വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിനി അങ്ങോട്ട് എക്സ്പാൻഷൻ കൂടുകയുള്ളൂ.